മോനെ, ആമാ. ഉമ്മ ഇന്ന് പറയുന്ന പോകുന്ന കാര്യം നമ്മൾ നേരത്തെ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്താ? അതായത് നമ്മൾ ഇപ്പൊ മോൻ ടീനേജിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. മോന് 14 ഇയേഴ്സ് അല്ലെ 15 ഇയേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ ഇനിയുള്ള ഒരു സമയമുണ്ടല്ലോ, ബോയ്സ് പൊതുവെ ഈ ഒരു ടീനേജിന്റെ മിഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ടീനേജിന്റെ ബൈ ദ എൻഡ് ഓഫ് ടീനേജ് അല്ലെങ്കിൽ അത് കഴിയുന്ന സമയത്തോടെ ഫാദേഴ്സിൽ നിന്ന് വാപ്പാമാരിൽ നിന്ന് കുറച്ച് അകലും. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അവർക്ക് തോന്നും ഇപ്പൊ വാപ്പമാരെപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഓരോന്ന് പറയും, ഉമ്മമാരെപ്പോഴും കുറച്ച് മക്കളോട് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ മക്കളെ കാണിക്കുന്ന ചിലതൊക്കെ അവരങ്ങ് സഹിക്കുകയോ ഹൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ശരിക്കും വാപ്പന്മാരാണ് റൈറ്റ്. ഓക്കെ, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും അനാവശ്യം കാണിച്ച ആ ഓൺ ദ സ്പോട്ട് അവർ ചിലപ്പോൾ വഴക്ക് പറയും. ഓൺ ദ സ്പോട്ട് അവർ എവിടെയാണോ വര വരയ്ക്കേണ്ടത് അവിടെ അവർ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക്, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ഒരു തോന്നലുണ്ട്, വാപ്പമാര് ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മളെ ഒന്നിനും സമ്മതിക്കില്ല എന്നൊരു തോന്നൽ വന്നിട്ട് അവർ വാപ്പമാർ, അത് അച്ഛന്മാരിൽ നിന്ന് നകരാൻ നോക്കും. പെൺപിള്ളേർ അങ്ങനെയല്ല. ഒന്നാമത് അച്ഛന്മാർ പെൺപിള്ളേരുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അമ്മമാരായിരിക്കും എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛന്മാരിൽ നിന്ന് കുറച്ച് അകലാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. പക്ഷെ ശരിക്കും അവരാണ് നിങ്ങളെ കറക്റ്റായിട്ട്, നിങ്ങൾ നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്തണം. നിങ്ങളെ ഉപദേശിച്ചാൽ, നിങ്ങളെ ശാസിച്ചാൽ, നിങ്ങളെ എന്തെങ്കിലും കുറവും കുറ്റവും പറഞ്ഞാൽ അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അത് നിങ്ങൾ നന്നാകാൻ വേണ്ടി, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. അതായത് ഒരച്ഛൻ എന്താ, ഒരച്ഛനില്ലേ, ഇപ്പം മോന്റെ പാപ്പയെ തന്നെ എടുക്ക്. പണ്ട് ഒരുപാട് പുറത്തു പോകാനും ഫ്രണ്ട്സായിട്ടൊക്കെ ഇറങ്ങാൻ ഇഷ്ടമുള്ള ആള് ഇപ്പം ചെറിയ മിനിറ്റ് പോലും കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്. മോൻ ഉണ്ടായപ്പോഴാണ് അപ്പൊ ഏറ്റവും ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ദ പേഴ്സൺ, അതൊരു ഒരു മാൻ, ഒരു ബോയിൽ നിന്ന് മാനിലേക്ക് വരുന്നത് ശരിക്കും പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ടാ. മക്കളോടുള്ള സ്നേഹവും കരുതലുമാണ് അച്ഛന്മാരുടെ വഴക്ക്. അപ്പം വഴക്കോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആവുന്നതോ ഒക്കെ ഓക്കെ, ഇപ്പൊ ഇത് വയ്ക്കുക, അത് ചെയ്യും, ഇങ്ങനെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം സാധാരണ ബോയ്സിനൊരു ടെൻഡൻസിയാണ് ഇതൊക്കെ കണ്ടിട്ട് അച്ഛന്മാരിൽ നിന്ന് അകന്ന് നിൽക്കാൻ. എന്റെ മോൻ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് വാപ്പാക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. സ്റ്റോപ്പ് ഇട്ടിട്ട് പറയാം അതിന്. അപ്പം ഒരച്ഛന്മാർക്കും താങ്ങാൻ പറ്റില്ല. പിന്നെ അവര് ആ ഒരു ഇത് പിടാതെ ഇങ്ങനെ പിടിച്ച് കാണിക്കുന്നതേ ഉള്ളു. എല്ലാ അച്ഛന്മാർക്കും നമ്മളെപ്പോഴും അമ്മയുടെ ഭയങ്കര അമ്മ 10 മാസം ചുമന്ന് പറ്റും അങ്ങനെയൊക്കെ പറയാറുള്ളൂ. പക്ഷെ അച്ഛന്മാരെ എല്ലാ സപ്പോർട്ടും എല്ലാ സ്നേഹവും ഉള്ളിൽ ഒതുക്കുന്നവരും ഉണ്ട്, പ്രകടിപ്പിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ വാപ്പയൊക്കെ നന്നായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും, അറ്റ് ദ സെയിം ടൈം വഴക്കം പറയും. അപ്പം പക്ഷെ ഉമ്മമാര് കൂടുതലും പ്രകടിപ്പിക്കുകയല്ല. അല്ല ഞാനല്ല, ഞാൻ വഴക്കം തരും, അത് വേറെ കാര്യം. സോ മോന്റെ ഫ്രണ്ട്സ് ആയാലും എപ്പോഴെങ്കിലും അച്ഛന്മാരെ പറ്റി കുറ്റമൊക്കെ പറയുകയാണെങ്കിലും ഒക്കെ മോന് പറയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തവരെ തിരുത്തണം കേട്ടോ. ഓക്കെ.